അങ്ങനെ അത് രാവിലെ അനുമോളും അക്ബറും തമ്മിൽ നല്ലൊരു അടിയുണ്ടായി. സോഫയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. അനുമോളുടെ പരാമർശം എന്ന് പറയുന്നത് അക്ബർ ഒരു നല്ല ഗെയിമർ അല്ല, വളരെ മോശം ഗെയിമറാണ്, മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ആവശ്യമില്ലാതെ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നാണ് അനുമോളുടെ ഒരു പരാമർശം. പക്ഷേ അക്ബർ ഇതിനെ നല്ലപോലെ എതിർത്തു. രണ്ടുപേരും തമ്മിൽ നല്ലപോലെ വഴക്കുണ്ടായി. ഇതിനിടയിൽ അനുമോള് രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് രേണുസുതിനെ ഇന്നലെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച പരാമർശത്തിൽ എതിരെ സംസാരിച്ചു. ഇതിനും അക്ബർ എടി പോടി എന്ന് വിളിച്ചാണ് അനുമോളെ സംസാരിച്ചത്. അനുമോൾക്ക് അതുകൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് കേട്ട നമ്മുടെ രേണുസുതിയും ഇതിൻ്റെ പാർട്ടായി അതിൻ്റെ ഇടയിലോട്ട് വന്നു. അങ്ങനെ രേണുസുതിയും അക്ബറും തമ്മിലും നല്ല രീതിക്കുള്ള ഒരു അടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമല്ലേ, കാരണം ഇതിനു മുമ്പുള്ള ബിഗ് ബോസും ഇനി വരാൻ പോകുന്ന ബിഗ് ബോസും ഈ ബിഗ് ബോസിൽ തന്നെ വരാൻ പോകുന്ന എന്തൊക്കെ മോശം വേർഡ്സ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എടി പോടി എന്ന് വിളിച്ചതിനകത്തൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇതിനും വലുതായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഇതിന് വലിയ തെറികൾ നമ്മൾ ബിഗ് ബോസിൽ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് വലിയ സംഭവമല്ല. സെപ്റ്റി ടാങ്ക് വിളിച്ചതിനെക്കുറിച്ചും എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കുറച്ച് പേര് സപ്പോർട്ട് രേണുസുതിക്കും പറയുന്നുണ്ട്. കുറച്ച് പേര് തലേ ദിവസം, അതായത് ഇന്നലെ അക്ബർ പോയി മാപ്പ് പറഞ്ഞു, ഉമ്മാനെ തൊട്ട് സത്യം ചെയ്ത് മാപ്പ് പറഞ്ഞു എന്നാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അക്ബറിനെ. അപ്പോൾ അതും ശരിയാണ്, അതവിടെ വിടേണ്ട കാര്യത്തിനാണ്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി രേണുസുതി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ രേണുസുതിക്കും അതിൻ്റേതായിട്ടുള്ള വിഷമം ഉണ്ടാവും. അത് ഓപ്പണായിട്ട് ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കുമായിരിക്കും. എന്തായാലും ഇന്നത്തെ രാവിലത്തെ അടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു BB ലൈവിൽ കാണാം.